ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ആരും കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് വന്ന കേട്ടോ. നമുക്കിന്ന് ഉച്ചയ്ക്ക് കുറച്ച് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കിയതോ. നാടൻ വിഭവം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മളുടെ ഒരു ഉച്ചഭക്ഷണം ഇന്നൊരു നാടൻ സ്റ്റൈൽ ആയിക്കോട്ടെ. അപ്പം നമുക്ക് സമയം കളയണ്ട. അപ്പം നമുക്ക് എന്തെന്നുള്ളത് നോക്കാം. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, ചുമ്മാതെ ഞാൻ നിങ്ങൾക്കൊരു ബിൽഡപ്പ് തരുന്നതല്ലേ, വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അച്ഛക്ക് ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടത്. അപ്പം ചപ്പാത്തിയും ഉരുളൻകിഴങ്ങ് മസാലക്കറിയാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പം അച്ഛക്ക് ചപ്പാത്തി കൊടുത്തു വിട്ടു. അപ്പം പിന്നെ ചോറും കറിയും ആയിട്ടില്ല. അപ്പം എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നാൽ ശരി കുറച്ച് ചക്ക, ഇത്രേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ സാധനം. അപ്പോൾ ഞാനിതാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ ചക്ക വേവിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വറ്റയുടെ തലയും വാലും എല്ലാം കൂടെ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അതേ ഉള്ളൂ നാടൻ വിഭവം, ചുമ്മാതെ ഞാൻ തള്ളിയതാട്ടോ. നിങ്ങളോടല്ലാതെ വേറെ ആരോട് നമുക്ക് തള്ളാൻ പറ്റും, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ കേട്ടോ, വലിയ സ്പെഷ്യലൊന്നുമില്ല. എന്നാലും ബീന സ്പെഷ്യൽ, ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം പിന്നെ എൻ്റെ മീൻകറിക്ക് നമുക്ക് ചക്കയ്ക്ക് ആകുമ്പം മീൻകറിക്ക് തേങ്ങയൊക്കെ അരച്ച് വെച്ചെങ്കിലല്ലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് ചക്കയ്ക്ക് മീനൊക്കെ ഉള്ള തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പടപടേന്ന് വേർന്നിരിക്കാം. ആദ്യം നമുക്കങ്ങ് ചക്ക അടപ്പ് വെക്കാം. അതിനുവേണ്ടി മസാല തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു, 3-4 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാന്താരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ നന്നായി ചായച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് ചക്ക ഈ പാത്രത്തിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് അത് നമ്മൾ ചതച്ച മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഇതായിക്കോളും കേട്ടോ. കല്ല് പോലെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം മസാല ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതെന്നുണ്ടെങ്കിൽ തട്ടിക്കൂട്ടിയൊന്ന് വെക്കണം. കാരണം വെച്ചാൽ നമ്മൾ ചേർത്ത് ഉപ്പും എല്ലാം കൂടെ അതിനകത്ത് നന്നായിട്ട് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അടപ്പയിൽ വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അത് വേവുന്ന നേരത്തിനാണെങ്കിൽ മീൻ കറിക്കുള്ള പരിപാടി ചെയ്യാം. അതിനാണെങ്കിൽ 8-10 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടരിച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തോളൂ. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. അത് മീൻ ചട്ടി അടപ്പയിലോട്ട് വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിൽ കുറച്ച് കടു ഇട്ടു. കടു പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളകും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അതിൻ്റെ മണവും ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ 2-3 ഉണ്ടമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മസാല കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് വേഗം വെള്ളം ചേർക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കാനുള്ളത് പുളിയാണ്. ഞാൻ പെണംപുളിയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരത്തിന് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനിൻ്റെ തലയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കാം. പറ്റയായതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് അത് വേവുന്ന നേരത്തിന് അതിനകത്ത് ചേർക്കാനുള്ള തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു കപ്പിന് 1 കപ്പ് തേങ്ങയും ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തു. എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് തേങ്ങ പാലെടുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ തേങ്ങ അരച്ചത് അങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് റെഡിയായിരിപ്പുണ്ട്, ചാറൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി. അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ചക്ക കുഴയ്ക്കുന്ന എൻ്റെ ചപ്പാത്തി കമ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് മീൻകറിയും ചക്ക ഉണ്ടാക്കി അല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിനി ചക്കയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര മാസം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. അപ്പം ചക്ക കിട്ടാത്ത സീസൺ വരുമ്പോഴേ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് വേവിക്കാൻ പറ്റും. സംഭവം കുറച്ചേ ഉള്ളൂ, പക്ഷെങ്കിൽ നമുക്ക് ഒന്ന് കൊതി വരുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് വെച്ച് കഴിക്കാൻ ഏറ്റവും നല്ലതല്ലേ. ഉണ്ടല്ലേ. ഇത് കൂട്ടുകാർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ചക്ക അതെങ്ങനെ വേവിക്കുന്നൊക്കെ ഡൗട്ട് വല്ലതും ഉണ്ടായിരുന്നോ. ഉണ്ടല്ലേ. നന്നായിട്ട് കുഴച്ചെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ അരച്ച തലക്കറി, എൻ്റെ ഉച്ചക്കലത്തെ ലഞ്ച് ഇതാണ്.
അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിക്കാനാ. ഒന്ന് ഇരുന്ന് നമുക്ക് സമാധാനത്തിലൊക്കെ കഴിക്കണ്ടേ അല്ലേ? അതും ചക്കയും മീൻകറിയൊക്കെ അത് കളയാൻ പറ്റുമോ നമുക്ക്? എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നൊരു ചാൻസ് അല്ലേ അല്ലേ? നല്ല ചൂടുണ്ട്. അപ്പം ഞാനിന്നൊന്ന് ഇരുന്നൊന്ന് കഴിക്കട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ്. ഇങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ വയറു നിറയെ ആഹാരം കഴിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചക്ക ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് എനിക്ക് ചോറില്ല. ചക്ക മീൻകറിയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ, സീ യു.